അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിലെ 42-ാം അധ്യായമാണ് അശ്ശൂറ. ഈ അധ്യായത്തിന് പേര് ലഭിച്ചത് 38-ാം സൂക്തത്തിലെ വമ്രുഹും ഷൂറ ബൈനഹും എന്ന വാക്യത്തിൽ നിന്നാണ്. ഷൂറ എന്ന പദം വന്നിട്ടുള്ള അധ്യായം. ഷൂറ എന്നാൽ കൂടിയാലോചന എന്നാണ് അർത്ഥം. അവതരണകാലം മക്കയിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പാണ് സൂറ ഹാമീം അസ്സജദ അവതരിക്കുന്നത്. ഏതാണ്ട് ഇതേ പശ്ചാത്തലത്തിലാണ് സൂറത്ത് ഷൂറയുടെയും അവതരണമെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഖുറൈശി നേതാക്കളുടെ ഏറ്റവും മോശമായ നിലപാടുകൾ, അന്ധവും ബധിരവുമായ സത്യനിഷേധങ്ങൾക്ക് കനത്ത ആഘാതമുണ്ടാകുന്നു. മക്കയിലും പരിസരത്തും ധർമ്മബോധവും മാന്യതയും യുക്തിവിചാരവും അല്പമെങ്കിലും ബാക്കിയായുള്ള എല്ലാവരും പ്രവാചകനെ അംഗീകരിക്കുന്നു. പ്രവാചകനെ എതിർക്കുന്ന ആളുകൾ എത്ര മോശമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് സമൂഹത്തിന് വ്യക്തമാകുന്നു. വലിയ അക്രമങ്ങളും പീഡനങ്ങളും പരിഹാസവുമൊക്കെ ഉണ്ടായിട്ടും പ്രവാചകൻ അതിനെതിരെ സ്വീകരിച്ച വഴി ഏറ്റവും മാന്യമായിരുന്നു, സംസ്കാരമുള്ളതായിരുന്നു. ഈ സൂക്തങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് പ്രധാനമായും താഴെ പറയുന്ന കാര്യങ്ങളാണ്. 53 ആയത്തുകളുള്ള ഈ അധ്യായത്തിൽ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചും പ്രവാചകത്വത്തെക്കുറിച്ചും വളരെ കൃത്യമായ അധ്യാപനങ്ങൾ നൽകുന്നുണ്ട്. ഇടയ്ക്ക് പരലോക ശിക്ഷയെക്കുറിച്ച് ചില താക്കീതുകളും ഓർമ്മപ്പെടുത്തലുകളും നൽകുകയും ചെയ്യുന്നു. അവതരണക്രമത്തിൽ 62-ാമത് വരുന്ന അധ്യായമാണ് ഖുർആനിലെ 42-ാം അധ്യായം. 53 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. ഇതിലെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ഹാമീം, ഐൻ, സീൻ, ഖാഫ്. 2 ആയത്തുകൾ. ഒന്നാമത്തേത് ഹാമീം എന്നാണ്. 7 അധ്യായങ്ങൾ ഹാമീം എന്ന സൂക്തങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നു എന്ന് മുൻപ് നമ്മൾ പഠിച്ചതാണ്. തൊട്ട് ശേഷം വരുന്ന ആയത്തും ഐൻ, സീൻ, ഖാഫ് എന്ന കേവലാക്ഷരം തന്നെയാണ്. ഖുർആനിലെ 29 അധ്യായങ്ങൾ ഹുറൂഫുൽ മുഖത്ത, കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന അധ്യായങ്ങളാണല്ലോ. തുടർന്ന് അള്ളാഹു പറയുന്നത് കദാലിക യൂഹാ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക അല്ലാഹുൽ അസീസുൽ ഹക്കീം. പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹു നിനക്ക് മുമ്പുള്ളവർക്കും ഇவ்விധം ദിവ്യബോധനം നൽകുന്നു. ലഹു മാഫിസ് സമാവാത്തി വമാഫിൽ അർളി വഹുവൽ അലിയുൽ അലീം. ആകാശഭൂമികളുള്ളതെല്ലാം അവൻ്റേതാണ്, അവൻ അത്യുന്നതനും മഹാനുമാണ്. തക്കാദു സമാവാത്തു യതഫത്തർന മിൻ ഫൗഖിഹിന്ന വൽ മലായികതു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർളി അലാ ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം. ആകാശങ്ങൾ അവയുടെ മുകൾ ഭാഗത്തുനിന്ന് പൊട്ടിച്ചിതറാൻ അടുത്തിരിക്കുന്നു. മലക്കുകൾ തങ്ങളുടെ നാഥനെ പ്രകീർത്തിക്കുന്നു അഥവാ വാഴ്ത്തുന്നു. ഭൂമിയിലുള്ളവർക്കായി അവർ പാപമോചനം തേടുന്നു. അറിയുക, തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, പരമദയാലുവും. ഈ അധ്യായത്തിൽ വളരെ ഗൗരവപ്പെട്ട ചില കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങൾക്കെതിരെ എന്തെല്ലാം കുതർക്കങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ് മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ മാർഗദർശിയായി മാറുന്നത്. ഞങ്ങളുടെ കൂടെ ജീവിച്ച ഒരാൾ പെട്ടെന്ന് എനിക്ക് ദിവ്യബോധനം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണത് വിശ്വസിക്കുക? അള്ളാഹുവിൻ്റെ മറുപടി
പ്രവാചകനായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മുഹമ്മദ് ഉന്നയിക്കുന്ന പുതിയ വാദമൊന്നുമല്ല. നിങ്ങൾക്കറിയാം, മുൻപും ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് നൽകിയ ദിവ്യ സന്ദേശത്തിൻ്റെ അതേ വഴി തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്നതിന് 2 കാര്യങ്ങൾ വ്യക്തമായ തെളിവാണ്. ഒന്നാമത്തേത്, അദ്ദേഹത്തിന് 40 വയസ്സ് വരെ ഈ ദിവ്യബോധനത്തെക്കുറിച്ചോ വേദത്തെക്കുറിച്ചോ വിശ്വാസ പ്രശ്നങ്ങളെക്കുറിച്ചോ യാതൊരു അറിവും സങ്കല്പവും ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വഹി നൽകപ്പെട്ട് ജനമധ്യത്തിലേക്ക് വരുന്നു. ജനങ്ങളും സമൂഹം അനുഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തെക്കുറിച്ച് അള്ളാഹു അദ്ദേഹത്തെ പഠിപ്പിക്കുന്നു. രണ്ടാമത്തേത്, അദ്ദേഹം പഠിപ്പിക്കുന്ന പാഠങ്ങൾ ദൈവിക പാഠങ്ങളാണ് എന്നതിന് അദ്ദേഹം നിരന്തരമായി അള്ളാഹുവോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വാദിക്കുന്നതിനർത്ഥമില്ല. മറിച്ച് വഹി നൽകപ്പെടുന്നത് 3 രീതിയിലാണ്. അഥവാ ഒന്നാമത്തേത് ദിവ്യബോധനം, രണ്ടാമത്തേത് മറയ്ക്ക് പിന്നിൽ നിന്നുള്ള ശബ്ദം, 3 മലക്കുകൾ മുഖേനയുള്ള സന്ദേശം. വഹി എന്ന പദത്തിന് അർത്ഥം പെട്ടെന്നുള്ള സൂചന, അതല്ലെങ്കിൽ അവ്യക്ത സൂചന എന്നൊക്കെയാണ്. അള്ളാഹു തൻ്റെ ഒരു ദാസന് മിന്നൽ പിണർ പോലെ അതിവേഗത്തിൽ നിക്ഷേപിക്കുന്ന ജ്ഞാനമെന്നാണ് ഇതിൻ്റെ സാങ്കേതികമായ അർത്ഥം. ഈ 3 രീതിയിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് തൻ്റെ സന്ദേശങ്ങൾ പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട മഹാനായ പ്രവാചകനാണ് എന്ന് വ്യക്തമായ കാര്യമാണ്. പ്രവാചകൻ കൃത്യമായി അവരുടെ ജീവിത വിജയത്തിന് വേണ്ടി അധ്യാപനങ്ങൾ നൽകുമ്പോഴും അവരതിനെ കളവാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. എത്രമാത്രം ഗുരുതരമായ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്! ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിന് പകരം അവൻ്റെ പങ്കാളികളെ സങ്കല്പിക്കുക വഴി ആകാശം ഇടിഞ്ഞു വീഴത്തക്ക ഭയങ്കരമായ പാപമാണ് നിങ്ങളുടെ ഈ അഹങ്കാരത്താൽ സംഭവിക്കുന്നത്. മലക്കുകൾ പേടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. ഒരു പ്രവാചകനായി നിയുക്തനാവുകയും അയാൾ നബി എന്ന നിലയിൽ രംഗത്ത് വരികയും ചെയ്യുന്നതിന് അയാൾ എല്ലാ മനുഷ്യരുടെയും ഭാഗധേയം നിർണ്ണയിക്കുന്നവനാണ് എന്നർത്ഥമില്ല. ഭാഗധേയം മുഴുവൻ അള്ളാഹുവിൻ്റെ പക്കലാണ്. നിങ്ങൾ നിങ്ങളുടെ മതാചാര്യന്മാരെക്കുറിച്ചും സിദ്ധന്മാരെക്കുറിച്ചും ജ്യോത്സ്യന്മാരെക്കുറിച്ചും പറയുന്നത് പോലെ ഞങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങളെ തകർത്ത് കളയും, നശിപ്പിച്ചു കളയും, ഭസ്മമാക്കി കളയും എന്നൊരു രീതിയൊന്നും പ്രവാചകൻ സ്വീകരിക്കുന്നില്ല. തികച്ചും ഗുണകാംക്ഷിയാണ് മനുഷ്യരുടെ പ്രവാചകൻ. തുടർന്ന് അള്ളാഹു എല്ലാ മനുഷ്യരെയും ജന്മനാ തന്നെ സന്മാർഗത്തിൻ്റെ വഴി എല്ലാവരും സന്മാർഗം സിദ്ധിച്ചവരായി തിരഞ്ഞെടുക്കുന്നില്ല. നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള മാർഗം അള്ളാഹു നൽകുന്നു. സ്വതന്ത്ര ബോധം, സാൻമാർഗിക ബുദ്ധി അള്ളാഹു മനുഷ്യന് നൽകുന്നുണ്ട്. ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാൻ അള്ളാഹു മനുഷ്യന് അവസരം നൽകുന്നു. ശരി തിരഞ്ഞെടുക്കുന്നവന് കാരുണ്യത്തിൻ്റെ മാർഗം അള്ളാഹു അനുഗ്രഹമായി നൽകുന്നു. തിന്മകളെ തിരഞ്ഞെടുക്കുന്നവന് സ്വേച്ഛയുടെ മാർഗം പിൻപറ്റുന്നവന് ജീവിതത്തിൽ കുടുസത അള്ളാഹു സമ്മാനമായി നൽകും. തുടർന്ന് ദീൻ എന്ന അടിസ്ഥാന കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ അധ്യാപനമാണ് നൽകുന്നത്. എന്താണ് ദീൻ? എങ്ങനെയാണ് ദീനിനെ ഒരു മനുഷ്യൻ ഉൾക്കൊള്ളേണ്ടത്? മനുഷ്യൻ്റെ ജീവിതത്തിലെ നിയമനിർമ്മാണത്തിനുള്ള അധികാരം ആർക്കാണ്? ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്. ഹക്കീമിയത്ത്, പരമാധികാരം, നിയമനിർമ്മാണത്തിനുള്ള അധികാരം അത് അള്ളാഹുവിന് മാത്രമാണ്. ഈ അടിസ്ഥാനത്തിൽ അള്ളാഹു ആദ്യം മുതലേ മനുഷ്യനൊരു ദീൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദീൻ തന്നെയാണ് എല്ലാ കാലത്തും എല്ലാ പ്രവാചകന്മാർക്കും നൽകിപ്പോന്നത്. ഒരു പ്രവാചകനും വ്യതിരിക്തമായ ഏതെങ്കിലും മതത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്നില്ല. മനുഷ്യ ആരംഭം മുതൽ അള്ളാഹു അവർക്കായി നിശ്ചയിച്ച ദീൻ ഏതാണോ ആ ദീനിൻ്റെ തന്നെ അനുകർത്താക്കളും പ്രചാരകരുമായിരുന്നു സകല പ്രവാചകന്മാരും. ഈ ദീനിനെ അള്ളാഹു അയച്ചത് അത് വിശ്വസിച്ച് മനുഷ്യനിങ്ങനെ ഭൂമിയിൽ കുത്തിയിരിക്കാനല്ല, മറിച്ച് ആ ദീനിനെ ഭൂമിയിൽ നിലനിർത്താനും സംസ്ഥാപിക്കാനുമാണ്. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ദീനല്ലാതെ മറ്റൊരു ഘടനയും വ്യവസ്ഥയും നടക്കാവതല്ല. അള്ളാഹു വ്യത്യസ്ത സാഹചര്യങ്ങൾ നൽകി. നിങ്ങളുടെ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി ദീനിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അന്നഖീമുദ്ദീന വലാ തതഫറഖൂ ഫീ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറയിലെ 13-ാം സൂക്തത്തിൽ നമുക്കതിൻ്റെ വിശദീകരണം മനസ്സിലാക്കാൻ
എല്ലാ പ്രവാചകന്മാരും കൽപ്പിച്ചത് അവരുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംസ്ഥാപനമായിരുന്നു. കൃത്രിമമായ മതങ്ങളെയും മനുഷ്യനിർമ്മിത ദീനുകളുടെയും സ്ഥാനത്ത് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദീൻ ജനങ്ങളുടെ പക്ഷം സമർപ്പിക്കുക എന്നതായിരുന്നു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതിൻ്റെ ലക്ഷ്യം. അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക, അതിൻ്റെ പേരിൽ ദൈവത്തോട് നന്ദിയുള്ളവരാകുക. ആ നന്ദിയുള്ളവരാകുന്നതിന് പകരം നന്ദികേട് കാണിക്കുന്നവർ എത്രമാത്രം അധമമായ മാർഗമാണ് സ്വീകരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീൻ തള്ളിക്കളഞ്ഞ് ഇതരന്മാരുടെ കൃത്രിമ ദീനും പ്രമാണവും കൈക്കൊള്ളുക എന്നത് അള്ളാഹുവിനെതിരെയുള്ള എത്ര വലിയ ധിക്കാരമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇപ്രകാരം ദീനിൻ്റെ വ്യക്തവും സ്പഷ്ടവുമായ ഒരു വിഭാവനം അവതരിപ്പിച്ച ശേഷം അള്ളാഹു അരുളുന്നു, നിങ്ങൾക്ക് നേർമാർഗം മനസ്സിലാക്കിത്തരാൻ സാധ്യമായതിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായ മാർഗം ഏതാണോ അത് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഒരു വശത്ത് അള്ളാഹുവിൻ്റെ വേദം ഇറക്കിത്തന്നു, അത് ഹൃദയഹാരിയായ ശൈലിയിൽ നിങ്ങളുടെ ഭാഷയിൽ യാഥാർത്ഥ്യം വിവരിച്ചു തരുന്നു. മറുവശത്ത് മുഹമ്മദ് നബിയുടെയും ശിഷ്യന്മാരുടെയും ജീവിതം നിങ്ങളുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. ഈ വേദം എങ്ങനെയുള്ള ആളുകളെയാണ് വാർത്തെടുക്കുക എന്ന് അവരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ലേ? എന്നിട്ടും സന്മാർഗം പ്രാപിക്കുന്നതിൽ നിങ്ങൾ വിമുഖത കാണിക്കുന്നുവെങ്കിൽ നിങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ നഷ്ടകാരികൾ. ഈ യാഥാർത്ഥ്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഏകദൈവത്വത്തിൻ്റെയും പരലോകത്തിൻ്റെയും തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭൗതിക പൂജകരുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് ഈ അധ്യായം താക്കീത് നൽകുന്നുണ്ട്. പാരത്രിക ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടുത്തുന്നുണ്ട്. നിഷേധികൾ സന്മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നതിൻ്റെ യഥാർത്ഥ കാരണമായ ധാർമ്മിക ദൗർബല്യങ്ങളെ വിമർശിക്കുന്നുണ്ട്. തുടർന്ന് ഈ പ്രഭാഷണം അവസാനിപ്പിച്ചുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകനാണ് എന്നതിൻ്റെ വ്യക്തമായ 2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. 40 വയസ്സുവരെ അദ്ദേഹത്തിന് ഈ വേദത്തെക്കുറിച്ചോ ഇത്തരം വിശ്വാസ പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും യാതൊരു അറിവും സങ്കല്പവും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അള്ളാഹു വഹി നൽകുന്ന രീതിയെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളെ വളരെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ശൂറ 53 സൂക്തങ്ങളുള്ള 42-ാമത്തെ അധ്യായം അവതരണക്രമത്തിൽ 62-ാമത് വരുന്ന ഈ മഹത്തായ അധ്യായത്തെ ഏറ്റവും ഭംഗിയായി മനോഹരമായി പഠിക്കാനും അതിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനും മറ്റുള്ളവരുമായി പങ്കുവെക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.